ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയും കൂടി ഒരു ഹോം അപ്ലയൻസസ് ഷോപ്പ് തുടങ്ങുകയാണ് കേട്ടോ. ഒരു ഇലക്ട്രോണിക്സ് കട. ആ കടയുടെ ഇനോഗ്രേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് അഹങ്കാരം കൂടുകയാണ്. അതുപോലെ മഹിമ കൂടി അങ്ങ് വന്നു കഴിയുമ്പോഴേക്കും ചന്ദ്ര നമ്മുടെ രേവതിയെ അവിടെ വച്ച് വല്ലാതെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അച്ചമ്മയുണ്ടല്ലോ, നല്ല പഞ്ഞിക്കിടുന്നുണ്ട് നമ്മുടെ ചന്ദ്രയെ അവിടെ വച്ചിട്ട് തന്നെ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഈ പണം കൊണ്ട്, നീലിമ കൊടുത്ത പണം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ ശ്രുതിയും കൂടി. അപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ള തീരുമാനത്തിൽ ഒരു ഇലക്ട്രോണിക്സ് കട അല്ലെങ്കിൽ ഒരു വലിയ ഹോം അപ്ലയൻസസ് ഷോപ്പ് തന്നെ തുടങ്ങാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എവിടുന്ന ഒരു കട അങ്ങനെ ഒരു ഇത്രയും പണം കൊടുത്തിട്ട് വാങ്ങുക? ടൗണിൽ തന്നെ ഒരു നല്ല കട കിട്ടുകയായിരുന്നെങ്കിൽ നമുക്കത് വാങ്ങി തുടങ്ങായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആ സമയം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സച്ചി തന്നെ പറയുന്നുണ്ട് കേട്ടോ, അത് ടൗണിൽ ഒരു കടയുണ്ട്, അയാളത് വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് നമുക്ക് വാങ്ങാം, അതാവുമ്പം കുറച്ച് റേറ്റൊക്കെ കുറച്ച് കിട്ടും, എനിക്ക് പരിചയമുള്ള ആളാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ നീ സച്ചി അതൊന്ന് അന്വേഷിക്കാൻ പറയാം. അപ്പോൾ രവിയും സച്ചിയോട് പറയുന്നുണ്ട്, നീ ഒന്ന് അന്വേഷിക്കുക, അവർക്ക് കട തുടങ്ങാനല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന കടയാണെങ്കിൽ അത് ഇവർ വാങ്ങുമെന്ന് പറയാണ്. അപ്പം സച്ചി അയാളോട് പോയി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓണർ പറയുന്നുണ്ട്, ഞാനിത് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് പ്രായമൊക്കെ ആയി വരികയല്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വിൽക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് ഇപ്പോൾ സച്ചി വന്ന് പറഞ്ഞ സ്ഥിതിക്ക് സച്ചിയുടെ ചേട്ടന് വേണ്ടിയിട്ട് അത് തരാമെന്ന് പറയാണ്. അപ്പോൾ റേറ്റൊക്കെ നന്നായിട്ട് കുറച്ച് എങ്ങനെയും കൊടുക്കണം, അവനൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്, അതുകൊണ്ടാണെന്നൊക്കെ സച്ചി സംസാരിക്കുമ്പോൾ അയാൾ സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ കട നമുക്ക് കൈമാറാം എന്ന് പറയാണ്. അപ്പോൾ ഇത് വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിക്കും അപ്പോൾ താല്പര്യമാകാണ്. അപ്പോൾ ഇത്രയും 50 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണല്ലോ ഈ കട തുടങ്ങുന്നത്. അങ്ങനെ വലിയൊരു ഇലക്ട്രോണിക്സ് കടയാണ് കേട്ടോ നമ്മുടെ ശ്രുതി വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ അങ്ങ് അഹങ്കാരം കയറുകയാണ്. ചന്ദ്ര അന്നേരം രേവതിയോട് പറയാണ്, രേവതി നീ കണ്ടോ, ശ്രുതിക്ക് ബ്യൂട്ടി പാർലറുണ്ട്, ശ്രുതി ആണെങ്കിൽ ഒരു വലിയ ഇലക്ട്രോണിക്സ് കട തന്നെയാണ് വാങ്ങുന്നത്, നീ ഇങ്ങനെ വണ്ടിയെ പൂക്കച്ചവടം നടത്തി നടക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രവിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. രവി ഉടനെ പറയുക, എന്തിനാ ചന്ദ്രേ നീ ഇപ്പം ഈ സമയത്ത് രേവതിയോട് അത് പറയുന്നത്? രേവതി ചെയ്യുന്നതും നല്ലൊരു തൊഴിൽ തന്നെയാണ്, ആ തൊഴിലിന് നല്ല മഹത്വമുണ്ട്, അത് നിനക്കറിയാവോ? രേവതി കെട്ടിക്കൊടുക്കുന്ന മാലയിട്ട എത്ര പേരുടെ വിവാഹം നടക്കുന്നത്? അതൊരു മംഗളകാര്യമല്ലേ നടക്കുന്നതെന്ന് രവി ചോദിക്കുക. ഒരു മംഗളകാര്യം, 4, 3, 7 നക്കാപ്പിച്ച പൈസ കിട്ടും, അതുപോലാണോ ശ്രുതിയുടെയൊക്കെ കട, കണ്ടില്ലേ എന്നൊക്കെ പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ഒരു സമയത്ത് പണമൊന്നും ഇല്ലായിരുന്നപ്പോൾ രേവതിയുടെ പൂക്കച്ചവടം കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സച്ചിക്കാണെങ്കിലും വണ്ടിയൊക്കെ എടുത്തു കൊടുത്തത് രേവതി തന്നെയല്ലേ, അതും അവൾ ഈ പൂക്കച്ചവടവും മാലക്കച്ചവടവും ഒക്കെ നടത്തിയിട്ടല്ലേ, അതിനെയൊന്നും നീ കുറച്ച് കാണണ്ട. ഇപ്പം നിൻ്റെ മകൻ ഈ ബിസിനസ് തുടങ്ങുന്നത് കൊണ്ട് നീ ഇത്രയൊന്നും രേവതിയെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ രവി പറയാം. അങ്ങനെ കട പണിതൊക്കെ കഴിഞ്ഞു, കടയ്ക്ക് എന്ത് പേര് നൽകും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ ശ്രുതിയും കൂടെ പറയാം, ഇനിയിപ്പോൾ അമ്മയുടെ പേര് തന്നെ കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട്, എൻ്റെ പേര് തന്നെ മതി, ബ്യൂട്ടി പാർലറിനും എൻ്റെ പേരല്ലേ, അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പേര് തന്നെ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചന്ദ്ര സ്റ്റോഴ്സ് എന്നുള്ള പേര് കൊടുക്കുക, ചന്ദ്ര ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കടയുടെ പേര് വരുന്നത്. അങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തു, എല്ലാ സംഭവങ്ങളും ഒക്കെ ആയി. അപ്പോൾ ഇനി ഇനോഗ്രേഷൻ നടത്തണം, ഉദ്ഘാടനം ആരെക്കൊണ്ട് നടത്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയും കൂടെ പറയുന്നുണ്ട്, അത് നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഫിലിം സ്റ്റാറിനെ കൊണ്ടുവരാം, ഇപ്പം അതൊക്കെയാണ് ട്രെൻഡ്, ഏതെങ്കിലും ഒരു നല്ല ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം അങ്ങ് ചെയ്യിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ സംഗതി അങ്ങ് ക്ലിക്കാവും, എല്ലാ സോഷ്യൽ മീഡിയയിലും ഒക്കെ അത് വരികയും നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫിലിം സ്റ്റാറിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല, കാരണം ചന്ദ്രയ്ക്ക് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്നൊരു വാശിയൊക്കെ ഉണ്ട്, മനസ്സിൽ ഒരു അഹങ്കാരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, എന്തിനാ ശ്രുതി നീ ഇപ്പം അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്? ഫിലിം സ്റ്റാറിനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇനിയും ലക്ഷങ്ങളൊക്കെ കൊടുക്കണം, ഇപ്പം നിങ്ങൾക്ക് ഈ കട തുടങ്ങുന്നതെന്നല്ലേ പ്രധാനം, ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്നാൽ അതുകൊണ്ട് കട പുരോഗമിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, പിന്നെ ലക്ഷങ്ങൾ കൊടുക്കുകയും വേണം. ഫിലിം സ്റ്റാറുകളുടെയൊക്കെ റേറ്റ് ഇപ്പം എത്രയാണെന്നറിയോ?
അതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും പോകണ്ട, നമ്മുടെ അമ്മയല്ലേ ഇവിടെ ഉള്ളത്, അമ്മയെ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇച്ചിരി ഗമയൊക്കെ അങ്ങ് കൂടുകയാണ്. പക്ഷേ ശ്രുതിക്കും അത് വലിയ താല്പര്യമില്ല. അപ്പോൾ ശ്രുതി ചോദിക്കുക, അമ്മയെ കൊണ്ടോ? അമ്മ കട ഉദ്ഘാടനം ചെയ്യാനോ? ഇത്രയും വലിയ കട അമ്മ ഉദ്ഘാടനം ചെയ്യാനോ? അപ്പോൾ ഒന്ന് സച്ചി പറയുക, അതെന്താടാ അമ്മ ഉദ്ഘാടനം ചെയ്താൽ? അമ്മയുടെ പേരല്ലേ നീ കടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്താൽ മതി, നാട മുറിക്കുന്നത് അമ്മ മതി, അതിനായിട്ട് ഇനി ഒരു ഫിലിം സ്റ്റാറിനെ ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറയാണ്. അപ്പം ഉടനെ ചന്ദ്രൻ പറയാം, ശരിയാ, അത് മതി, ഞാൻ ഉദ്ഘാടനം ചെയ്യാം. ഞാൻ ഉദ്ഘാടനം ചെയ്താൽ പിന്നെ നല്ല ഐശ്വര്യമായിരിക്കും, എൻ്റെ പേരല്ലേ കടയ്ക്ക്. അതുപോലെ മോനെ ശ്രുതി, ഇവൻ പറഞ്ഞില്ലേലും നീയും ശ്രുതിമോളും അങ്ങനെ ചെയ്യുള്ളൂന്ന് എനിക്കറിയാം. ഇപ്പം ഇവൻ വെറുതെ അതിൻ്റെ ഇടയ്ക്ക് കയറി ആളാവാൻ വേണ്ടി പറഞ്ഞതാ അല്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയും കൂടെ പറയാണ്, ശരിയാ, എന്നാൽ അമ്മ മതി, അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ശ്രുതിയോട്, ആ വഴിക്ക് നമുക്കൊരു 2-3 ലക്ഷം രൂപ അങ്ങ് ലാഭിക്കാം. ഫിലിം സ്റ്റാറിനെ വിളിക്കണമെങ്കിൽ അത്രയും പണം വേണ്ടേ? അമ്മയ്ക്ക് അമ്മ പണമൊന്നും കൊടുക്കുകയും വേണ്ട, അമ്മയ്ക്ക് സന്തോഷം ആയിക്കോളുകയും ചെയ്യും എന്നും പറഞ്ഞ് അവർ ചന്ദ്രയെ കൊണ്ട് തന്നെ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ കടയെല്ലാം റെഡി ആയിട്ടുണ്ട്. വലിയൊരു ഹോം അപ്ലയൻസ് ഷോപ്പാണ്, ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ള കടയാണ് കേട്ടോ. അപ്പോഴേക്കും അത് ഉദ്ഘാടന ദിവസം വരെയാണ്, എല്ലാവരും ഉദ്ഘാടനത്തിനായിട്ട് വരിക. അപ്പം നാട മുറിക്കണം, അകത്ത് കയറണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക, ഡെക്കറേറ്റൊക്കെ ചെയ്ത് നാടയൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ചന്ദ്ര കടയങ്ങ് കണ്ടു കഴിയുമ്പം ചന്ദ്രയ്ക്ക് ഭയങ്കര ഗമ കയറിയിട്ട് ചന്ദ്ര പറയും, കണ്ടോ എൻ്റെ മോൻ്റെ കട കണ്ടോ, എൻ്റെ ശ്രുതി ഇങ്ങനെ ഒരു നിലയിൽ എത്തണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ശ്രുതിമോളുള്ളത് കൊണ്ട് അവൻ ഇത്രയും വലിയ ബിസിനസ് തുടങ്ങാൻ പറ്റി. ശ്രുതിമോളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പണം അയച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ കട വാങ്ങിക്കാൻ പറ്റിയത് എന്നൊക്കെ അവിടെ നിന്നവരോട് ഭയങ്കര ഗമയ്ക്ക് പറയാം. നമ്മുടെ അച്ചമ്മയുണ്ട്, അതുപോലെ രേവതിയും സച്ചിയുമുണ്ട്, വർഷയും ശ്രീകാന്തും ഉണ്ട്, രവിയുണ്ട്, അതുപോലെ അതിൻ്റെ ഭാമയുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട്, അപ്പോൾ സമയമാവുകയാണ്, മുഹൂർത്ത സമയമാവുകയാണ് ഇത് നാട മുറിക്കാനുള്ളത്. അപ്പോൾ രവി പറയുന്നുണ്ട്, കട തുറക്കാം, നാട മുറിക്കാം, ചന്ദ്ര എന്നാൽ ചെല്ല് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം, നിൽക്ക്, ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വരട്ടെ, നമുക്ക് വേണ്ട ഒരു ആൾക്കാർ വരാനുണ്ട്, നമ്മുടെ മരുമകളുടെ വീട്ടിൽ നിന്ന് വരാനില്ല എന്ന് ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഓർക്കും, ആരാ ഇനി വരാനുള്ളത്? വർഷയുടെ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുക. അപ്പോഴേക്കും ആണ്ട് വർഷയുടെ അമ്മ മഹിമ ഒരു കാറിലൊക്കെ വന്നങ്ങ് ഇറങ്ങാണ്. അപ്പോൾ ചന്ദ്ര അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, ആ മഹിമ വന്നോ, നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു, നിങ്ങൾ വന്നിട്ടേ കടയുടെ ഉദ്ഘാടനം നടക്കുള്ളൂ ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞതേ ഉള്ളൂ. എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുക, വന്നാട്ടെ എന്ന് പറഞ്ഞ് മഹിമയെ വിളിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മഹിമയും വലിയ ഗമയ്ക്ക് അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇങ്ങ് വന്നിരിക്കുക. അപ്പോൾ ഇതൊന്നും അച്ചമ്മയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ മഹിമയെ കൊണ്ടൊന്ന് മുന്നിൽ നിർത്തിയിട്ട് ചന്ദ്രടയിലേക്ക് കത്രി കൊടുക്കുക ഈ നാട മുറിക്കാൻ. അപ്പോൾ ചന്ദ്ര പറയുക മഹിമയോട്, ചേർന്ന് നിൽക്കെന്ന് പറയുക. അങ്ങനെ നാടയൊക്കെ മുറിച്ച് കടയ്ക്കകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ മഹിമയെ കയറി വാ എന്നും പറഞ്ഞ് ചന്ദ്ര കൂട്ടി പെട്ടിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കടയ്ക്കകത്തൊക്കെ കയറുന്നുണ്ട്. എന്നിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. വിളക്ക് കത്തിച്ച് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയാം, വലിയ കടയാണല്ലോ, എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടെന്ന് നോക്കിക്കെന്നൊക്കെ ഭാമയോട് പറയാണ്. എൻ്റെ മോന് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിച്ചല്ലോ, ശ്രുതിമോളെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അവനെ കൊണ്ട് ഇതൊക്കെ സാധിച്ചത്, എന്തായാലും നല്ല രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ രവി ചോദിക്കുന്നുണ്ട്, നീ വിളിച്ചായിരുന്നോ മഹിമയെ, വർഷയുടെ അമ്മയെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചൊന്നുമില്ലായിരുന്നല്ലോ അമ്മയെ ക്ഷണിച്ചില്ലായിരുന്നല്ലോ, പിന്നെ എന്താ അമ്മ വന്നേന്നൊക്കെ ചോദിക്കുമ്പം ചന്ദ്ര പറയാം, നീ ക്ഷണിച്ചില്ലേലും ഞാൻ ക്ഷണിച്ചു, എൻ്റെ മരുമകളുടെ വീട്ടിൽ നിന്നല്ലേ, നമ്മൾ സമ്മതം കൂടിയ വീടല്ലേ, അപ്പോൾ അവരെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം രവി ചോദിക്കുക, എന്നിട്ട് നീ രേവതിയുടെ വീട്ടുകാരെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞൊന്നുമില്ല വരാനായിട്ട്, ഇവിടെ അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രവി ചോദിക്കുക, എന്നിട്ട് ചന്ദ്രേ നീ വിളിച്ചില്ലേ രേവതിയുടെ വീട്ടുകാരെ? ഞാനെന്തിനാ അവരെ വിളിക്കുന്നത്, അവരെ വിളിച്ചിട്ട് എന്താ കാര്യം, അവരിവിടെ വരിക, ഇതെല്ലാം ഇങ്ങനെ കണ്ടു കേട്ട് അങ്ങ് പോവുക, അല്ലാതെ ഇവിടുന്ന് ഒരു സാധനം വാങ്ങാനുള്ള നിവർത്തിയൊന്നും അവർക്കില്ലല്ലോ, പിന്നെ എന്തിനാ അവരെ വിളിക്കുന്നത് എന്ന് ചന്ദ്ര പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അച്ചമ്മ പറയാം, ചന്ദ്രേ വാ മൂട്, നല്ലൊരു ദിവസം ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പം ഇതിന് മറുപടി ഞാൻ തന്നേനേന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അകത്തേക്ക് എല്ലാവരും കയറിപ്പോയി എല്ലാം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി എന്തെങ്കിലും വാങ്ങണമല്ലോ, ആദ്യമായിട്ട് കട തുടങ്ങിയതല്ലേ, അപ്പോൾ എന്തെങ്കിലും വാങ്ങണം, കൈനീട്ടം കൊടുക്കണം. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കിയിട്ട് കുറേ മിക്സിയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടാകും. അപ്പോൾ മിക്സിയുടെയൊക്കെ അടുത്ത് പോയി നോക്കുക, വിലയും ഉണ്ടല്ലോ അതിൽ. അപ്പോൾ വിലയും കൂടെ നോക്കുക. അപ്പോൾ സച്ചി ചോദിക്കുക, നീ ഇതൊക്കെ എന്താ നോക്കുന്നതെന്ന് ചോദിക്കുക. ഇതൊരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു, എല്ലാത്തിൻ്റെയും വില കണ്ടോ സച്ചിയേട്ടാ, എന്തൊരു വിലയാ എന്ന് പറയാണ്. അപ്പം സച്ചി പറയാ, എന്നാൽ പിന്നെ ഇതൊന്നും വാങ്ങണ്ട, നാട്ടിൽ നല്ല അരകല്ലും അമ്മിക്കല്ലും ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചങ്ങ് അരച്ചാൽ മതി എന്ന് പറയാം. അപ്പം രേവതി പറയാ, അങ്ങനെയല്ലല്ലോ ഇപ്പം എല്ലാവരും ഇത് വാങ്ങുന്നത് എന്തിനാന്ന് സച്ചിയേട്ടനെ അറിയില്ലേ, അന്നാണെങ്കിൽ എല്ലാവരും വീട്ടിലിരുന്ന് ഈ ജോലികളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അമ്മിക്കല്ലിൽ അരയ്ക്കും ഇടിക്കും പൊടിക്കും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വരുമാനം വേണ്ടേ ജീവിക്കാൻ, പെണ്ണുങ്ങളും ജോലിക്ക് പോകണ്ടേ, വരുമാനം കിട്ടണ്ടേ, അപ്പം ഇതുപോലുള്ള സാധനങ്ങളുണ്ടെങ്കിലല്ലേ ജോലി എളുപ്പമാവുള്ളൂ എന്നൊക്കെ പറയാം സച്ചിയോട്. അപ്പോൾ സച്ചിയും പറയാം, ശരിയാ എന്നാൽ ഒരെണ്ണം വാങ്ങാം എന്നിങ്ങനെ പറഞ്ഞ് നോക്കിയിട്ട് അതിൽ ഏറ്റവും ഒരു വിലക്കുറവൊക്കെ ഉള്ള ഒരു മിക്സി എടുക്കുക. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഇത് മതി നമുക്ക് സച്ചേട്ടാ, ഇതിനാണെങ്കിൽ വിലക്കുറവും ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു കളറും ഇതിൻ്റെ എന്ന് പറയാം. അപ്പം സച്ചി പറയാം, നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മഹിമയാണെങ്കിൽ എല്ലാം ഇങ്ങനെ നോക്കി കാണുകയാണ്. എല്ലാം നോക്കി കണ്ടേച്ച് ഒരു സെൻട്രലൈസ്ഡ് AC അടുത്ത് പോവുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ സുധിയോട് ചോദിക്കുക, ഇത് സെൻട്രലൈസ്ഡ് AC അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേലോ എന്ന് പറയാണ്. അന്നേരം സ്റ്റാഫിനെ വിളിക്കുക. അപ്പോൾ അതിനു മുമ്പ് പഴയ മുതലാളി ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ, താക്കോലൊക്കെ കൈമാറുന്നുണ്ട്. എന്നിട്ട് പറയാം, മേഡം ഈ താക്കോല് ഞാൻ കൈമാറാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് പറയാണ്. അപ്പോൾ എന്നിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക, താക്കോലും പേപ്പറുകളും ഒക്കെയാണ് കടയുടെ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോഴേക്കും ഉടനെ നമ്മുടെ ശ്രുതി പറയാണ്, അയ്യോ സാറേ അവിടെ നിൽക്ക്, അത് ശ്രുതിയുടെ കയ്യിലല്ല കൊടുക്കേണ്ടത്, അമ്മയുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ചന്ദ്രയെ കാണിക്കുകയാണ്. അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത്, ഞങ്ങളുടെ വീടിൻ്റെ നെടുന്തൂട് തന്നെ അമ്മയാണ്, അതുകൊണ്ട് അമ്മയുടേക്ക് എടുത്താൽ മതി എന്ന് പറയുക. അതുകൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്നുകൂടെ അങ്ങ് പൊങ്ങിയിട്ട് ആ താക്കോലൊക്കെ അങ്ങ് ചന്ദ്ര വാങ്ങിക്കുക, 2 കൈ നീട്ടി. അപ്പോൾ രവിയോടൊരാൾ പറയുന്നുണ്ട്, എടാ രവി, നീയല്ലേ ഇവർക്ക് പണം 27 ലക്ഷം രൂപ കൊടുത്തത്, എന്നിട്ട് നിനക്കൊരു വിലയില്ലേ, ചന്ദ്രയ്ക്ക് വിലയുള്ളോ എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതെ നിൽക്കുക, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു പോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്ര താക്കോലൊക്കെ ഏറ്റു വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ കടക്കാരൻ പറയുന്നുണ്ട് കേട്ടോ, കുറേ സ്റ്റാഫിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ് സുധിയോട്, സുധി ദേ ഇത് നമ്മുടെ പഴയ സ്റ്റാഫാണ്, നമ്മൾ ഈ കട തുടങ്ങിയ കാലം തൊട്ടേ ഇവരുണ്ട്, വർഷങ്ങളായിട്ട് ഇവർ ഞങ്ങളുടെ കൂടെ ഉള്ളതാ, വിശ്വസ്തരാ, അതുകൊണ്ട് ഈ സ്റ്റാഫിനെയൊക്കെ വെച്ച് നിങ്ങൾ കച്ചവടം നടത്തിക്കൂ, ഇവരെ നമ്മുടെ പഴയ കസ്റ്റമേഴ്സിനൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് കച്ചവടമൊക്കെ ഒരുപാട് കിട്ടും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഒരു 5-6 സ്റ്റാഫിനെ കൊണ്ടുവന്ന് സുധിയെ ഏൽപ്പിക്കുകയാണ് അയാൾ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ശരി എന്നാൽ ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞ് ആ മുതലാളി അങ്ങ് പോവാണ്. ഈ സ്റ്റാഫുകാരെല്ലാം ഭയങ്കര പ്രായമായ ആൾക്കാരാണ് കേട്ടോ, എല്ലാവരും 50 വയസ്സിനൊക്കെ മേളിലുള്ളവരാണ്. അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ സുധിക്ക്, എന്നാൽ ഒന്നും അന്നേരം പറയുന്നുമില്ല. അങ്ങനെ നമ്മുടെ മഹിമയാണെങ്കിൽ ഈ AC നോക്കുക, AC നോക്കിയിട്ട് സ്റ്റാഫിനെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ വില എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്. അപ്പോൾ സുധിയും ചെന്നിട്ട് പറയാണ്, ഇത് ഫിറ്റ് ചെയ്ത് തരും, അതിനുള്ള ടെക്നീഷ്യൻസിനെയൊക്കെ ഇവിടുന്ന് തന്നെ വിടും. അപ്പോൾ മാഡം അപ്പോഴത്തേക്കും സുധി പറയുന്നുണ്ട്, അത് ആൻറ്റി ഇതിൻ്റെ വില 1.5 ലക്ഷം രൂപയാണ് കേട്ടോ എന്ന് പറയുക. അപ്പോൾ മഹിമ പറയാം, അതിനിപ്പോൾ എന്താ, 1.5 ലക്ഷം രൂപയാണെങ്കിൽ എനിക്കിത് വാങ്ങാൻ മേലേ, എൻ്റെ പണം ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങത്തില്ലേ സുധി എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാകും കേട്ടോ, ആദ്യത്തെ കച്ചവടം തന്നെ 1.5 ലക്ഷം രൂപയുടെ AC ആണല്ലോ പോകുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോൾ പറയുക, എന്നാൽ ആൻറ്റി ഇത് നോക്കിയെടുക്കുക. അപ്പം സ്റ്റാഫിനോടൊക്കെ ശ്രുതി പറയുക. അങ്ങനെ ആദ്യത്തെ ബില്ല് ആൻറ്റിക്ക് തന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതി മിക്സി എടുത്തുകൊണ്ട് വരുന്നത്. മിക്സി എടുത്തുകൊണ്ട് വരുമ്പം ഉടനെ ചന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ, എവിടെ പോവാ നീ എന്തോ എടുത്തിരിക്കുന്ന മിക്സിയോ? ഈ മിക്സി ഒരെണ്ണം വാങ്ങാമെന്ന് വെച്ചിട്ടാണ്, വീട്ടിലെ മിക്സി കേടാണല്ലോ, നന്നായിട്ട് അരയുന്നൊന്നുമില്ല, എന്നാൽ പിന്നെ വീട്ടിലേക്ക് ഒരു മിക്സി ആയിക്കോട്ടെ എന്ന് വെച്ച് വാങ്ങിയതാണെന്ന് പറയുകയാണ്. അതേസമയമാണ് നമ്മുടെ മഹിമയുടെ ബില്ലടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, ആൻറ്റിക്ക് ആദ്യത്തെ ബില്ല് തരാമെന്ന് പറയാം. അങ്ങനെ ആദ്യത്തെ ബില്ല് മഹിമയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. മഹിമയ്ക്ക് ഈ 1.5 ലക്ഷം രൂപ എണ്ണി മഹിമ കൊടുക്കുക, ആദ്യത്തെ ബില്ല് കൊടുത്തൊക്കെ സെറ്റാക്കുകയാണ്. 2 കൈയും നീട്ടി വാങ്ങിക്കുകയാണ് ശ്രുതി. വാങ്ങിച്ച് കണ്ണിലൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞ് എടുത്ത് വയ്ക്കുകയാണ്. ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ആദ്യം തന്നെ ഇത്രയും വലിയൊരു കച്ചവടം നടന്നല്ലോ. നമ്മുടെ ചന്ദ്രയാണേലും ഭാമയോട് പറയുന്നുണ്ട്, കണ്ടോ അവന് രാശിയുണ്ട്, ആദ്യത്തെ കച്ചവടം തന്നെ 1.5 ലക്ഷം രൂപയുടെ AC പോയത്, അതും മഹിമയുടെ കയ്യിൽ നിന്ന് അവൻ കൈനീട്ടം വാങ്ങിക്കുന്നത്, വെച്ചടി കയറ്റം ഉണ്ടാവും എൻ്റെ മോന് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാണ്. അപ്പോഴാണ് കേട്ടോ രേവതിയുടെ മിക്സി
രേവതി അവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. ഇവളുടെ കയ്യിൽ നിന്നൊന്നും കൈനീട്ടം വാങ്ങണ്ട എന്നുള്ള രീതിയിൽ. നീ ഇതാണോടി വാങ്ങുന്നത്? ഇതിനൊരു 5000 രൂപ താഴെയല്ലേ ആവത്തുള്ളൂ. ഇതാണോ നിനക്ക് വാങ്ങാൻ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയാ, അതിലൊന്നും കാര്യമില്ലല്ലോ. ഇതായാലും ഏതായാലും ആദ്യമായിട്ട് കച്ചവടം നടക്കുമ്പോൾ ഒരെണ്ണം വാങ്ങണം എന്നല്ലേ ഉള്ളൂ. ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. വീട്ടിലെ മിക്സി ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല ശരിക്കും, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ഹെയർ ഡ്രയറൊക്കെ എടുത്തിട്ട് വർഷയും വരുന്നുണ്ട്. അപ്പോൾ വർഷയോട് സച്ചി ചോദിക്കുക, ഇതെന്താ വർഷ നീയും എന്തോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇതൊരു ഹെയർ ഡ്രയറാണ് എടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സുധി പറയുന്ന വർഷ ആദ്യം വർഷയുടെ ബില്ലടിക്കാൻ പറയുകയാണ്. അപ്പം ചന്ദ്രൻ പറയാണ്, മാറി അങ്ങോട്ട് വന്നേ രേവതി, വർഷ വരാൻ പറയുക. അങ്ങനെയൊന്നും വേണ്ടല്ലോ എന്ന് രവി പറയാണ്. അതെന്ത് വർത്തമാനം പറയുന്നത്? നമ്മുടെ രേവതിയല്ലേ ആദ്യം വന്നത്, എന്നിട്ട് പിന്നെ വർഷയുടെ ബില്ലടിക്കുന്നത്. രേവതിയുടെ ബില്ലടച്ചിട്ട് ഇനി വർഷയുടെ വാങ്ങിയാൽ മതി എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാം, ഇവളുടെയൊക്കെ ബില്ലടയ്ക്കാനായിട്ട് നിൽക്കുകയാണോ? ഇവളുടെ ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ഗതികേടിലേക്ക് പോകും. അതുകൊണ്ട് ഇവളുടെ കൈനീട്ടൊന്നും വാങ്ങാൻ വേണ്ടി നിൽക്കണ്ട, വർഷമോള് കൊടുക്കുക. വർഷമോള് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അച്ചമ്മ പറയണേ, അങ്ങനെയാണോ? വർഷയുടെ ബില്ലടയ്ക്കുന്ന ഒന്ന് കാണണമല്ലോ. എന്തായാലും രേവതി മോള് വാ, ഇങ്ങോട്ട് വാ. രേവതിയുടെ പണം വാങ്ങിയാലും ഇവനൊന്നും സംഭവിക്കില്ലല്ലോ. പണത്തിനൊക്കെ ഒരു മൂല്യമല്ലേ ഉള്ളൂ. ഇനി രേവതിയുടെ വാങ്ങണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം പണം, നിൻ്റെ ബില്ലടയ്ക്കാൻ മോളെ വാ എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട അച്ചമ്മേ, ഇത് വർഷയുടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പം വർഷയുടെ കഴിയുന്നൊന്നുമില്ല, നീ വാ എന്ന് പറയാണ്. അങ്ങനെ രേവതിയെ കൊണ്ടുവന്ന് ബില്ലിംഗ് കൗണ്ടറിൽ നിർത്തിയിട്ട് പറയാം, മോളെ രേവതി, നീ ആ പണം അങ്ങോട്ട് കൊടുക്ക്, അവൻ വാങ്ങട്ടെ എന്ന് പറയാം. രേവതിയാണെങ്കിൽ മിക്സിയുടെ പണം എണ്ണി എടുത്ത് കൊടുക്കാൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധിക്ക് അത് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സുധി ഇങ്ങനെ നിൽക്കുക വാങ്ങാതെ മടിച്ച്. അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുക, എന്താ സുധി, നിനക്ക് ഇവള് തരുന്ന പണം വാങ്ങാൻ എന്താ നിനക്ക് ബുദ്ധിമുട്ട്? ഞാൻ തരണോ നിനക്ക് പണം എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധി പറയാണ്, അത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നോക്കുക. എന്താണോ നിനക്ക്, നിൻ്റെ അമ്മയെ പേടിയാണോ? അമ്മ വഴക്ക് പറയുന്ന ഓർത്തിട്ടാണോ നീ ഇവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാത്തത്? നിൻ്റെ സാധനങ്ങൾ വിറ്റാ നീ പണം വാങ്ങുകയല്ലേ, അപ്പം നീ വേറെ ആർക്കും വിൽക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ശ്രുതി അങ്ങ് വാങ്ങുവാണ്. നിന്നോട് ഞാനാ പറയുന്നത്, രേവതിയുടെ നിന്ന് പണം വാങ്ങി അവൾക്ക് ബില്ല് കൊടുക്കുക, സാധനം കൊടുത്ത് വിടാൻ പറയാണ്. അങ്ങനെ മനസ്സോടെ ശ്രുതിയാണെങ്കിൽ ബില്ലൊക്കെ എഴുതി പൈസയൊക്കെ വാങ്ങുകയാണ് രേവതിയുടെ ഒരു വിധത്തിൽ. അത് കഴിയുമ്പം വർഷയെ വിളിക്കുകയാണ്. വർഷയും പണമൊക്കെ കൊടുത്ത് ഹെയർ ഡ്രയറൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ സച്ചി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, രേവതി എല്ലാവരും കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല, അവളൊരു മിക്സി വാങ്ങി, അത് അവളുടെ വീട്ടിലേക്കാണ് വാങ്ങിയത്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാനാണ്. ബാക്കിയുള്ളവരൊക്കെ അവനവൻ്റെ സ്വന്തം ആവശ്യത്തിനുള്ള സാധനങ്ങളല്ലേ വാങ്ങിയത്. ചന്ദ്രയ്ക്ക് എന്താ ഇത്ര കുറച്ചിൽ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പിന്നെയും ചൊറിഞ്ഞ വർത്തമാനം പറയുക. ചന്ദ്ര പറയുന്നുണ്ട്, ഇവളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ ഗതി പിടിക്കുമെന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ പറയുക അച്ചമ്മ, അതെന്താടി, ഇവള് മാല കെട്ടുന്നുണ്ട്, ഇവള് കെട്ടുന്ന മാലയിട്ട് ദിവസവും എത്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, എന്നിട്ട് അതൊന്നും മംഗളമായിട്ട് നടക്കുന്നില്ലേ? ഇവളുടെ വിവാഹങ്ങളൊക്കെ നല്ല മംഗളമായിട്ട് തന്നെയാണ് നടക്കുന്നത്. പിന്നെ അവൾക്ക് ഐശ്വര്യമില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഉടനെ പറയുക ചന്ദ്ര, അവൾക്ക് ഭയങ്കര ഐശ്വര്യമല്ലേ, അതുകൊണ്ടല്ലേ അവളുടെ വീട്ടിൽ സ്വർണവും വജ്രവും ഒക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമല്ലേ, ദാരിദ്ര്യം കെട്ടവർ. അവളുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ച എൻ്റെ മോൻ്റെ കാര്യം അതോ ഗതിയാകും എന്നൊക്കെ അവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് അങ്ങ് വിഷമമാവുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനിപ്പം എന്തേ ഇവിടെ നിന്നിട്ട് ഒന്നും പറയുന്നൊന്നുമില്ല, വാ രേവതി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രേവതിയെയും കൊണ്ട് സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പം നമ്മുടെ അച്ചമ്മ അങ്ങോട്ട് ചെല്ലുക, ചെന്നിട്ട് പറയാം, ചന്ദ്രേ നീ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, എന്താ അമ്മേ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറയട്ടെ നിന്നോടൊരു കാര്യം, നീ ഭയങ്കര ഐശ്വര്യമൊന്നും ആയിട്ടല്ലല്ലോ കുടുംബത്തിൽ കയറി വന്നത്, ഇപ്പം നീ അവിടെ നിന്നോണ്ട് രേവതിയെ അപമാനിക്കുന്ന കേട്ടു എന്ന് പറയാണ്. മഹിമ വന്നപ്പോഴേക്കും നീ എടുത്ത് തലയിൽ വയ്ക്കുന്നേം കണ്ടെന്ന് പറയുമ്പോൾ പറയാം, അയ്യോ മഹിമ കോടീശ്വരിയല്ലേ, അവർ നമ്മുടെ സംബന്ധക്കാരല്ലേ, അവരെ ബഹുമാനിക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ അച്ചമ്മ പറയാം, അവരെ ബഹുമാനിക്കണം, ആ ബഹുമാനം നീ എല്ലാ മരുമക്കൾക്കും കൊടുക്കുന്നുണ്ടോ? നീ രേവതിയുടെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ടോ? അവരെ നീ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? അവർക്ക് കുറച്ച് പണം കുറവാണെന്നല്ലേ ഉള്ളൂ, അപ്പം നീ പണത്തെ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ ചന്ദ്ര എന്ന് ചോദിക്കുക. അങ്ങനെ പണത്തെ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല, രേവതി കുടുംബം നോക്കുന്ന പെണ്ണാണ്, അവൾക്ക് വേണ്ട ബഹുമാനമൊക്കെ നീ കൊടുക്കണം, ഇല്ലാതെ ഇങ്ങനെ നെകളിച്ച് നടക്കാൻ പറ്റില്ല, ഞാനതൊന്നും അംഗീകരിച്ച് തരുമെന്ന് നീ ആലോചിക്കുകയും വേണ്ട എന്ന് പറയാണ്. രേവതിയെ ഇന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചു, ഇന്നൊരു നല്ല ദിവസം ആയതുകൊണ്ടും കടയുടെ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ടുമാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നത്, അല്ലാത്ത സമയത്തായിരുന്നെങ്കിൽ നിന്റെ കാരണത്തിൻ്റെ കൈ പതിച്ചേനെ, പിന്നെ അത് തന്നെയല്ല ഇനി ഇങ്ങനെ നെകളം കാണിക്കാമെന്ന് ചന്ദ്ര ഓർക്കണ്ടെന്ന് പറയാം.
അപ്പോഴേക്കും അങ്ങ് ചാമ്മി നാറി നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. പക്ഷേ മകന് ഭയങ്കര ബിസിനസ്സൊക്കെ ഉണ്ടായാൽ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അതേസമയം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയും കൂടെ പറയാണ്, ഇത് നല്ല കച്ചവടമായിരുന്നു കേട്ടോ, നമ്മുടെ ബിസിനസ് പുരോഗമിക്കുമെന്ന് തോന്നുന്നു, നമ്മളൊരു മൾട്ടി മില്യനറൊക്കെ ആവും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് വിളിക്കുകയാണ് കേട്ടോ, സ്റ്റാഫിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം. എന്നാലും ചെന്ന് ഒരാൾ സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫൊക്കെ ഓർക്കുന്നത് എന്താണെന്നറിയാമോ, ബോണസ് കൊടുക്കാനായിരിക്കുന്നു. പ്രായമായ ആൾക്കാർ അവർ പറയാണ്, പുതിയ മുതലാളിയുടെ നമുക്ക് വല്ല ബോണസും തരാൻ വേണ്ടി വിളിച്ചതായിരിക്കും, നല്ല കച്ചവടം അല്ലായിരുന്നു എന്ന് പറയുക. അപ്പോഴേക്കും അവർ ഓടി വരുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാണ്, നാളെ മുതൽ നിങ്ങൾ വരണ്ട കേട്ടോ എന്ന് പറയുക. അപ്പോൾ ഒരാൾ ചോദിക്കുക, അതെന്താ നാളെ മുതൽ ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞത്, നാളെ സാറ് കട നിർത്താൻ പോവാണെന്ന് ചോദിക്കുക. അതപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ചോദിക്കുക, എന്താണ് താൻ ഈ പറയുന്നത്, നാളെ കട നിർത്താൻ പോവാണെന്നോ, ഇന്നല്ലേ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞത്, പിന്നെ നാളെ എന്താ കട നിർത്താൻ പോവാണെന്നോ, നിർത്താൻ പോവൊന്നും അല്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി ഉടനെ തന്നെ പറയുക, ശ്രുതി അതെ നിർത്താനൊന്നും പോവല്ല, നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരണ്ട, അത്രയേ ഉള്ളൂ, ഞങ്ങൾ പുതിയ സ്റ്റാഫിനെ എടുക്കുവാണെന്ന് പറയാം. അപ്പോൾ അവർ പറയണേ, അതിൻ്റെ ഞങ്ങൾ ജോലിക്ക് വരണ്ടാത്തേ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ കടയിലുണ്ടായിരുന്നു, ഞങ്ങളുടെ പഴയ മുതലാളി വളരെ നല്ല മനുഷ്യനായിരുന്നു, ഞങ്ങൾ ഇതുവരെ ഒരു കുറവുമില്ലാതെ നോക്കിക്കൊണ്ട് പോയതാ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, അങ്ങനെ നോക്കിക്കൊണ്ട് പോയി നിങ്ങളെപ്പോലെയുള്ള കിളവന്മാരെയെല്ലാം പണിക്ക് വെച്ചിട്ട് അയക്കിപ്പോൾ ഈ കട നിർത്തേണ്ടി വന്നത്, വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെപ്പോലെ ഈ വയസ്സന്മാരെ ഒന്നും വെച്ച് ജോലി ചെയ്യിക്കേണ്ട കാര്യമില്ല, എനിക്ക് ന്യൂ ജനറേഷൻ വേണം, യങ് ജനറേഷൻകാരെയാണ് ഞാൻ ജോലിക്ക് വെക്കുന്നത്, നിങ്ങൾ വല്ല തുണിക്കടയിലോ വല്ലോ പോ, അല്ലാതെ ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം. എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വിളിക്കുക, വാ യങ് ജനറേഷൻ വരാൻ പറയുമ്പം കുറച്ച് ചെറുപ്പക്കാർ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം വരിക. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരാ ഇനി എൻ്റെ കടയിലെ സ്റ്റാഫുകൾ, ഇവർ ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കും, കച്ചവടവും അടിപൊളിയായിട്ട് പോകും, ഈ വയ്യാത്ത നിങ്ങളൊക്കെ വേറെ വല്ല പണിയും നോക്കിപ്പോവും. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളിത് വെറുതെ വിടുമെന്നൊന്നും ഓർക്കണ്ട, ഞങ്ങളിതിന് കേസ് കൊടുക്കുമെന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, നടക്കട്ടെ എന്ന് പറയുക. അപ്പോൾ വേറൊരാൾ പറയുന്നുണ്ട്, എടോ മിണ്ടാതെ, അയാളുടെ കട അയാളുടെ ഇഷ്ടം, നമുക്കിവിടെ നിൽക്കണ്ട, നമ്മൾ വേണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാം വിഷമിച്ച് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ പുതിയ സ്റ്റാഫിനെയൊക്കെ വച്ചിട്ട് കടയൊക്കെ പുരോഗമിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇനിയിപ്പോൾ എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല, വിജയിക്കുമോ അതോ പൊട്ടിപ്പോവോ എന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്കറിയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്